ഹലോ എവരി വൺ. ക്ലാസ് +2 പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ സാറ്റിൻ്റെ റിപ്പോർട്ടാണ്. അപ്പം ആ കുട്ടി ഡിസൈഡ് ചെയ്തത് +2 കഴിഞ്ഞിട്ട് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ ആ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏതൊക്കെ സബ്ജക്റ്റുകളിൽ എവിടെയൊക്കെയാണ് പ്രശ്നം വന്നതെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പം സാറ്റ് അത്ര അഡ്വാൻസ് ആയതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ടിലൊരു നോളജ് ടെസ്റ്റ് ഉണ്ട് നമുക്ക്. ആ നോളജ് ടെസ്റ്റിൽ ഓരോരോ ക്ലാസ്സിലെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കിട്ടും. അതായത് ഇപ്പോൾ ഹിസ്റ്ററിയിൽ 6 പെർഫോമൻസ് കൂടി 7 കുറഞ്ഞു, ഇങ്ങനെ ഒരു ജനറൽ ആയിട്ടൊരു ഇൻഡിക്കേറ്റർ കിട്ടും. ഈ ഇൻഡിക്കേറ്ററിൽ നിന്ന് ക്ലാസ്സുകളിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നും ഏതൊക്കെ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കണമെന്ന് ഐഡിയ കിട്ടും. പക്ഷേ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ധാരണ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ഏതൊക്കെ ചാപ്റ്ററുകളും കൺസെപ്റ്റുകളുമാണ് തെറ്റുന്നതെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ ഉപകാരമാണ്. കാരണം നമ്മുടെ കയ്യിൽ ടൈം ലിമിറ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം. അപ്പം സാറ്റിൻ്റെ ഒരു ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇൻപുട്ട് കിട്ടും. അതിലെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച സബ്ജക്റ്റുകളിൽ തെറ്റാകുന്ന ചാപ്റ്ററുകളെ അതെടുത്തിട്ട് അത് ഹൈലി ഒരു അനലിറ്റിക്കലായിട്ടുള്ള ഒരു ഇൻപുട്ട് തരും. അതായത് എന്തുകൊണ്ട് നിങ്ങൾ തെറ്റിച്ചത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ തെറ്റി. അങ്ങനെ നോക്കുമ്പം നമുക്ക് ഈ കാണുന്ന ഡയഗ്രാമിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഇൻപുട്ടുണ്ട്. ഒന്നാമതായിട്ട് ഹിസ്റ്ററിയിൽ ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് കോസ് ആൻഡ് എഫക്റ്റ് സീക്വൻസിങ്ങിലാണ്. അതായത് എ നടന്നതുകൊണ്ട് ബി നടന്നപ്പം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായി, അത് ഒരു കാര്യം സംഭവിച്ചുകൊണ്ട് മറ്റേ കാര്യം എങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ കുട്ടി ഹൈലി തെറ്റിക്കുന്നുണ്ട് ഹിസ്റ്ററിയിൽ. ഇതാണ് കോറായിട്ട് അവിടുത്തെ വലിയൊരു പ്രശ്നമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ തന്നെ ഈ ഹിസ്റ്ററി കാണാതെ പഠിച്ചതിൻ്റെ റീസണാണ്. അതായത് എന്തുകൊണ്ട് ഒരു കാര്യം സംഭവിച്ചു എന്നറിയില്ല. അത് നമുക്ക് മുമ്പേ മനസ്സിലായിരുന്നെങ്കിൽ വൈഡായിട്ട് അതിന് സൊല്യൂഷനായിട്ട് റീഡിങ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തായിരുന്നെങ്കിൽ ഈ പ്രശ്നം കുറച്ചുകൂടെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു. മാത്തമാറ്റിക്സിൽ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ചെയ്യുന്ന മിസ്റ്റേക്കുകളെല്ലാം മൾട്ടി സ്റ്റെപ്പ് ലോജിക്കാണ്. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് വന്നു, ബിയിൽ നിന്ന് സിയിലേക്ക് വന്നു, സിയിൽ നിന്ന് ഡിയിലേക്ക് വന്നു, ദെൻ ഇയിലേക്ക് വന്നു. അതായത് ഈ ബിയിൽ നിന്ന് സിയിലേക്കോ സിയിൽ നിന്ന് ഡിയിലേക്കോ പോകുന്നു. അതായത് സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ കുട്ടികളുടെ എറർ കൂടുതലായി വന്നുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ ഓൾജിബ്ര, ജോമെട്രി, പോളിനോമിയൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഹൈലി എറർ ഇഷ്ടം പോലെ വരുന്നു എന്നൊരു കാര്യമുണ്ട്. അപ്പം ഇതിന് ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ചെയ്യുക, എവിടെയാണ് എറർ വരുന്നത് അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇനി ജോഗ്രഫിയിൽ എന്താ വരിക എന്ന് വെച്ചാൽ സ്പേഷ്യൽ സിസ്റ്റം ലിങ്ക്സ്. അതായത് സിസ്റ്റങ്ങൾ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ല. അതായത് ഈ ഹിസ്റ്ററിയിൽ സംഭവിച്ചതുപോലെ ബൈഹാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ജോഗ്രഫിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്നൊരു കാര്യമുണ്ട്. ഈ പൊളിറ്റിക്കൽ സയൻസിലും ഇക്കണോമിക്സിലും അബ്സ്ട്രാക്റ്റ് ഗവർണൻസും മോഡൽ റീസണിങ്ങും ഇതിൻ്റെ സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഫോർമലായിട്ട് പൊളിറ്റിക്കൽ സയൻസും ഇക്കണോമിക്സും പഠിച്ചിട്ടില്ല. അപ്പോൾ ബേസിൽ എന്താണ് എന്നറിയാതെ അഡ്വാൻസ് ആയി വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നൊരു കാര്യമുണ്ട്. ലാസ്റ്റ് സയൻസിൽ എന്താ സംഭവിച്ചാൽ പ്രോസസ് മെക്കാനിസം. അതായത് എന്തുകൊണ്ടൊരു കാര്യം സംഭവിച്ചു എന്നുള്ളൊരു കാര്യത്തിന് ഉത്തരവില്ല. അത് യൂഷ്വലി അതൊരു കുട്ടിയുടെ പ്രശ്നമല്ല. സ്കൂളുകളൊക്കെ ആണെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കാണിക്കുക, പഠിപ്പിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പ്രശ്നമാണ്. അത് ഈ കുട്ടിക്ക് മെയിനായിട്ട് പ്രശ്നം വന്നിരിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയാണ് പ്രശ്നം. ബയോളജി ബൈഹാർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈസിയാണ് എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും, ബേസിക്കായിട്ട് ഏതൊക്കെ ക്ലാസ്സുകളിൽ പെർഫോമൻസ് ഡിക്ലൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് വൈറ്റലായിട്ടുള്ളൊരു ഇൻപുട്ട് തരുമെങ്കിലും ഓരോ സബ്ജക്റ്റുകളിൽ എന്തുകൊണ്ടാണ് ഞാൻ ആ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്, അവിടെ എന്താണ് എൻ്റെ ഒരു തിങ്കിങ് ഗ്യാപ്പ് എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് ഈ പ്രശ്നത്തെ വീണ്ടും റെക്ടിഫൈ ചെയ്യാൻ ഒരു വൈറ്റലായിട്ടുള്ളൊരു ടൂളായിട്ട് വർക്ക് ചെയ്യും എന്നൊരു കാര്യമുണ്ട്. താങ്ക് യു സോ മച്ച്.